കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നു പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. തുടർച്ചയായ 12ാം ദിവസവും മരുന്നുകളുടെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും മരുന്ന് വിതരണം ചേർന്ന കരാറുകാർക്ക് കോടികളാണ് കുടിശ്ശികയായി സർക്കാർ നൽകാനുള്ളത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയും ആശുപത്രി അധികൃതരും തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്ന് 50 മരുന്നുകൾ കാരുണ്യ ഫാർമസിയിൽ എത്തിച്ചു. പ്രതിസന്ധി താൽക്കാലികമായെങ്കിലും പരിഹരിക്കണമെങ്കിൽ 150 മരുന്നുകൾ കൂടി എത്തിക്കണം. പ്രശ്നപരിഹാരത്തിന് പ്രാദേശിക തലത്തിൽ ശ്രമം നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. നിലവിൽ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കുകയാണ്. ഡയാലിസിസ് രോഗികളും മരുന്ന് ലഭിക്കാത്തതിൽ വലിയ പ്രതിസന്ധിയിലാണ്. മരുന്ന് വിതരണം ചെയ്ത വകയിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ കോടികളാണ് കരാറുകാർക്ക് നൽകുവാനുള്ളത്. ക്ഷാമമില്ലെങ്കിലും അവശ്യമരുന്നുകളുടെ കുറവ് മിക്കയിടങ്ങളിലുമുണ്ട്. കുടിശ്ശിക വിതരണം വൈകിയാൽ കോഴിക്കോടിന് സമാനമായി മരുന്ന് വിതരണം നിർത്തിവെക്കാനാണ് കരാറുകാരുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.